യഷ് ഒട്ടും വൈകാതെ വേഗം തന്നെ അതിൽ നൈട്രജൻ ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ ടൊർണാഡോയിൽ മിക്സ് ചെയ്യുന്നു. 2-ൽ നിന്ന് 3, 3-ൽ നിന്ന് 4 അങ്ങനെ ചെയ്ത് ഒന്നിനു പുറകെയായി ധാരാളം ടൊർണാഡോകൾ യഷ് നിർമ്മിക്കുന്നു. അങ്ങനെ ജൽജസ് മുഴുവനായി അതിൽ പെട്ടുപോകുന്നു. ജൽജസിന്റെ ബോഡി ചുറ്റിക്കറങ്ങുവാൻ തുടങ്ങി. യഷ് ഓരോരോ ടൊർണാഡോകൾ നിർമ്മിച്ചു വിട്ടുകൊണ്ടിരുന്നു. നോക്കിയിരിക്കെ ജൽജസിന്റെ ബോഡി വെള്ളത്തിന്റെ ചെറിയ തുള്ളികളിൽ അലിഞ്ഞു ചേർന്നു. എന്റെ ന്യൂ ഗൺ വലിയ പവർഫുൾ ആണല്ലോ, പക്ഷേ ഈ ജൽജസ് വലിയ പവർഫുൾ ആയിരുന്നു. ഞാൻ ആകെ വിയർത്തുപോയി. യഷ് ഒരിടത്തിരുന്ന് വിശ്രമിച്ച് ഐസ്ക്രീം തിന്നുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ കൺമുന്നിലെ കാഴ്ച കണ്ട് അവൻ വീണ്ടും വിയർത്തുപോയി. ജൽജസിന്റെ ശരീരത്തിലെ വെള്ളം മുഴുവൻ സ്ലൈഡായി ലയിച്ചു ചേരുവാൻ തുടങ്ങി. യഷിന് ഒന്നും മനസ്സിലായില്ല. ഇതെങ്ങനെ നടന്നതെന്നായി അവന്റെ അടുത്ത ചിന്ത. നോക്കിയിരിക്കെ വെള്ളം മുഴുവനും ഒരിടത്ത് കൂടിച്ചേർന്നു. എന്നിട്ട് ജൽജസ് വീണ്ടും യഷിന്റെ മുന്നിൽ വന്നു നിന്നു. ജൽജസ് തുറന്നു കിടന്ന ജനൽ വഴി യഷിന്റെ അടുത്തെത്തുന്നു. പുറകിൽ കൂടി യഷിനെ ശക്തിയായി ഇടിക്കുന്നു. ഞാൻ നിനക്ക് കാണിച്ചു തരാം ചുഴലിക്കാറ്റ് എന്താണെന്ന്. നോക്കിയിരിക്കെ ജൽജസ് ഒരു ടൊർണാഡോയായി മാറും. യഷിന്റെ ചുറ്റിനും കറങ്ങുവാനും തുടങ്ങി. യഷ് ഒരു ഫാനിനെ പോലെ വെള്ളത്തിന്റെ ടൊർണാഡോയിൽപ്പെട്ട് ശക്തിയായി കറങ്ങുവാൻ തുടങ്ങി. ജൽജസ് യഷിനെ അതിശക്തമായി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ യഷിന് ധാരാളം പരിക്ക് പറ്റി തറയിൽ മറിഞ്ഞു വീഴുന്നു. യഷിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുവാനും തുടങ്ങി. ജൽജസ് ഐസിന്റെ പ്ലേറ്റ് എടുത്ത് ചുഴറ്റുന്നു. അത് യഷിന്റെ നേരെ വലിച്ചെറിയുന്നു. യഷിന്റെ തല പൊട്ടുന്നു. അവന്റെ കാഴ്ച പതിയെ മങ്ങിയും വന്നു. യഷ്, നിന്റെ അച്ഛൻ വിക്രാന്തിനെ കൊന്നതുപോലെ നിന്നെയും ഞാൻ കൊല്ലും. എന്നിട്ട് ജൽജസ് ബാറ്ററിയിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ഇരുമ്പ് ദണ്ട് പുറത്തേക്കെടുക്കുന്നു. യഷിനെ കൊല്ലുവാനായി മുന്നോട്ട് വരുന്നു. യഷിന് ഒന്നും വ്യക്തമായി കാണുവാനേ കഴിയുന്നില്ല. യഷ് പ്രയാസപ്പെട്ട് ശ്വാസം വലിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം പെട്ടെന്ന് തന്റെ മുന്നിൽ അഗ്നി പടരുന്നത് കണ്ട് ജൽജസ് അപ്രത്യക്ഷനാകുന്നു. അങ്ങനെ യഷിന്റെ ജീവൻ രക്ഷപ്പെടുന്നു. പക്ഷേ യഷ് ബോധരഹിതനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാക്ടറിയിലെ ആൾക്കാർ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് യഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. യഷിനെ വേഗം ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യുന്നു. 3 മണിക്കൂർ യഷിനെ എമർജൻസി ഓപ്പറേഷൻ നടത്തുന്നു. അബോധാവസ്ഥയിൽ യഷിന് ചിലതൊക്കെ ഓർമ്മ വരുന്നു. യഷ് വളരെ കുഞ്ഞാണ്. ആരോ അവന്റെ അച്ഛനെ അടിക്കുകയാണ്. യഷിന്റെ അച്ഛൻ എന്തോ പറയുന്നുമുണ്ട്. യഷ്, നീ ലോകത്തെ രക്ഷിക്കേണ്ടവനാണ്. എനിക്കുറപ്പുണ്ട് നീ ഒരു നല്ല ഗോസ്റ്റ് ഹണ്ടറായി മാറുമെന്ന്. അച്ഛാ! ഉറക്കെ വിളിച്ചുകൊണ്ട് യഷ് എഴുന്നേറ്റിരിക്കുന്നു. ഡോക്ടർമാരെല്ലാവരും ഭയന്നു പോകുന്നു. യഷിന്റെ ശരീരം സ്വയം ഹീലാകുവാൻ തുടങ്ങും. വേഗം പരിക്കെല്ലാം മാറി പൂർവ്വസ്ഥിതിയിലുമാകുന്നു. ഇത് കണ്ട് ഒരു നേഴ്സ് തല ചുറ്റി വീഴുന്നു. നോക്കിയിരിക്കെ യഷ് മുഴുവനായും സുഖപ്പെടുന്നു. അവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ഈ മിറക്കിൾ കണ്ട് ഡോക്ടർമാർക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാനേ കഴിഞ്ഞില്ല. നേരത്തെ യഷുമായുള്ള ഏറ്റുമുട്ടലിൽ ജൽജസിന്റെ കഴുത്തിലെ ലോക്കറ്റ് പൊട്ടിപ്പോയിരുന്നു. ലോക്കറ്റ് പൊട്ടിപ്പോയപ്പോൾ ഗോസ്റ്റ് യൂണിവേഴ്സിലെ മാന്ത്രിക വാതിൽ തുറക്കുന്നു. അനാദി സ്വതന്ത്രനുമാകും. ജൽജസ് അനാദിയെ തടവിലിട്ടിരിക്കുകയായിരുന്നു. ആ മാന്ത്രിക വാതിൽ ജൽജസിന്റെ ലോക്കറ്റിലൂടെയാണ് തുറക്കുന്നത്. ഏറ്റുമുട്ടിയ സമയത്ത് ജൽജസിന്റെ ലോക്കറ്റ് പൊട്ടുകയും അനാദി പുറത്തേക്ക് വരികയും ചെയ്തു. ജൽജസിനെ പോലെ അനാദിക്കും വോട്ടറിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയും. പുറത്തു വന്ന അനാദി നിശ്വാസമെടുത്തു. എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അനാദി തന്റെ പവർ കൊണ്ട് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നു. നോക്കിയിരിക്കെ അവിടെ മുഴുവനും വെള്ളപ്പൊക്കമുണ്ടാകുന്നു. എല്ലാ ജലഭൂതങ്ങളും പിശാചുക്കളും അവിടെ നിന്നും പേടിച്ചോടുന്നു. വെള്ളപ്പൊക്കം അവസാനിപ്പിക്കേണ്ട സമയമായി. ആരെങ്കിലും വന്ന് എന്നെ വീണ്ടും പിടിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അനാദി ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നേരെ സമുദ്രത്തിനടിയിലേക്ക് പോകുന്നു. മറ്റൊരിടത്ത് ഭീൽ അമ്പുകൾ നിർമ്മിക്കുകയായിരുന്നു. ഭീൽ അമ്പെയ്ത്തിൽ എക്സ്പേർട്ടായിരുന്നു. അയാളുടെ ഉന്നം ഒരിക്കലും പിഴയ്ക്കുമായിരുന്നില്ല. ഭീൽ അമ്പും വില്ലും എടുത്ത് പ്രാക്ടീസിനായി പുറപ്പെട്ടു. വഴിയിൽ ഒരു വലിയ വൃക്ഷം ഭീലിന്റെ കണ്ണിൽപ്പെട്ടു. ഈ മരം എന്റെ പ്രാക്ടീസിന് യോജിച്ചതാണ്. ഭീൽ ആത്മവിശ്വാസത്തോടെ വില്ല് കുലയ്ക്കുന്നു. മരത്തിൽ അമ്പ് തറയ്ക്കുന്നു. 1, 2, 3. ഒന്നിനു പുറകെ ഒന്നായി അനേകം അമ്പുകൾ. അമ്പുകളെല്ലാം ഒരു ലൈനായി മരത്തിൽ ചെന്ന് തറയ്ക്കുന്നു. പെട്ടെന്ന് ഭീലിന് ആരുടെയോ അനക്കം കേൾക്കുന്നത് പോലെ തോന്നി. ഭീൽ അമ്പരന്നു പോയി. എനിക്കിവിടെ ആരുടെയോ സ്മെൽ വരുന്നുണ്ടല്ലോ. മാത്രവുമല്ല, ഈ സ്മെൽ അറിയുന്ന ആരുടെയോ ആണ്. കുറ്റിച്ചെടികൾക്കിടയിൽ ഭീൽ ആരെയോ കാണുന്നു. വേഗം ഭീൽ ഉന്നം പിടിക്കുന്നു. അമ്പ ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് രജനി പുറത്തേക്ക് വരുന്നു. രജനിയോ? ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും കാട്ടുമൃഗങ്ങളായിരിക്കുമെന്നാണ്. ഞാൻ നിന്റെ അമ്പെയ്ത്ത് നോക്കുകയായിരുന്നു. നിന്റെ ഉന്നം ശരിക്കും പെർഫെക്റ്റ് ആണ്. ശരിക്കും യഷിനെ പോലെ. ഈ യഷ് ആരാണ്? അപ്പോൾ രജനി ഭീലിനോട് യഷിനെ കുറിച്ച് പറയുന്നു. യഷ് ഏറ്റവും വലിയ ഗോസ്റ്റ് ഹണ്ടർ ആണ്. അവന് നമ്മളെക്കാളൊക്കെ കൂടുതൽ പവേഴ്സ് ഉണ്ട്. പക്ഷെ അവൻ ഇതുവരെ ആ പവേഴ്സിനെ ഡിസ്കവർ ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോ അതാണ് കാര്യം. പക്ഷേ രജനി, നീ പെട്ടെന്ന് എവിടെയാണ് മറഞ്ഞത്?
അപ്പോൾ രജനി പറയുന്നു അവൾക്കും ഒന്നും അറിയില്ലെന്ന്, ഒന്നും ഓർമ്മയില്ലെന്ന്. എവിടെ പോയിരുന്നെന്നോ എന്ത് ചെയ്തിരുന്നെന്നോ ഒന്നും അറിയില്ല. എങ്ങനെ തിരികെ വന്നെന്നും അറിയില്ല. എന്റെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തിടത്തോളം ഇതിങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ മെഡിറ്റേഷൻ പഠിപ്പിക്കാം. അപ്പോൾ നിനക്ക് ഫോക്കസ് ചെയ്യാൻ വലിയൊരു ഹെൽപ്പാകും. രജനി ഭീലിൽ നിന്നും മെഡിറ്റേഷൻ പഠിക്കുവാൻ തയ്യാറാകുന്നു. ഭീൽ രജനിയെയും കൂട്ടി ഹിമാലയത്തിലേക്ക് പോകുന്നു. ഹിമാലയത്തിന്റെ കൊടുമുടികളിൽ ഭീലിനൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താണ് ഭീൽ തന്റെ ശക്തികളെ ഇംപ്രൂവ് ചെയ്യുന്നത്. എന്നാൽ ആ പ്ലേസ് വരെ എത്തിച്ചേരുവാൻ മഞ്ഞു മൂടിയ വഴികൾ തരണം ചെയ്യേണ്ടതുണ്ട്. മഞ്ഞിലൂടെ നടക്കുമ്പോൾ ഏതൊരു നോർമൽ മനുഷ്യന്റെ ബോഡിയും പാരലൈസ് ആയി മാറും. രജനി, നിനക്ക് ഈ മഞ്ഞിലൂടെ നടക്കാൻ കഴിയുമോ? അറിയില്ല, പക്ഷെ എനിക്ക് ചെയ്തേ മതിയാവൂ. അവിടെ ജൽജസ് ഗോസ് യൂണിവേഴ്സിൽ തന്റെ നേതാവ് വൾച്ചസിന്റെ അടുത്തേക്ക് തിരികെ എത്തുന്നു. ഇന്ന് യശന്റെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അവനെ എനിക്കിന്ന് കൊല്ലാൻ കഴിഞ്ഞില്ല. യഷ് രക്ഷപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ വൾച്ചസിന് വളരെയധികം ദേഷ്യം വരുന്നു. യശ് രക്ഷപ്പെട്ടെന്നോ? ഭൂമിയെ ആക്രമിച്ചാലും അവനെ നശിപ്പിച്ചേ തീരൂ. അവിടെ യേഷ് തന്റെ വാസസ്ഥാനത്ത് എത്തിച്ചേരുന്നു. യേഷ് വളരെ ദുഃഖിതനായിരുന്നു. അവൻ അവന്റെ അച്ഛന്റെ ഓർമ്മകളിൽ മുഴുകുന്നു. പക്ഷെ അവന്റെ അച്ഛന്റെ മുഖം ഓർമ്മ വരുന്നതേ ഇല്ലായിരുന്നു. തന്റെ ബുദ്ധി ഒന്ന് തണുപ്പിക്കുവാനായി അവൻ ഷവറിന് താഴെ കുളിക്കുന്നു. അപ്പോൾ യേഷിന് ചിലതൊക്കെ ഓർമ്മ വരുന്നു. അച്ഛന്റെ അവ്യക്തമായ മുഖം യേഷിന് ഓർമ്മയിൽ തെളിയുന്നു. അവന്റെ അച്ഛൻ തറയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ പറയുന്നുമുണ്ടായിരുന്നു. ഓരേ യശ്, നീ വലിയൊരു ഗോസ് ഹണ്ടർ ആവണം. യഷിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ഇവിടെ നിന്ന് ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകൂ. യഷ് വളരെയധികം ഇമോഷണൽ ആകുന്നു. അച്ഛൻ എന്താണ് സംഭവിച്ചത്? അച്ഛൻ ഇപ്പൊ എവിടെയാണ്? യഷ് ഷവർ നിർത്തിയിട്ട് നേരെ ലൈബ്രറിയിലേക്ക് പോകുന്നു. എന്നിട്ട് ഏതോ ഒരു ബുക്ക് തിരയുന്നു. അവിടെ ഭീൽ രജനിയെയും കൂട്ടി ഹിമാലയത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നു. മഞ്ഞു മൂടിയ പാറകളിൽ കാലമർത്തുമ്പോൾ രജനിക്ക് നടക്കുവാനേ സാധിക്കുന്നില്ല. ഭീൽ, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. രജനി, നീ യോഗ ചെയ്യണം. ഫോക്കസ് ചെയ്യൂ. മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരൂ. അപ്പോൾ രജനി പതിയെ പതിയെ മഞ്ഞിൽ നടക്കുന്നു. ഭീൽ അവളുടെ കൈ പിടിച്ച് അവളെ നടക്കുവാൻ സഹായിക്കുന്നു. മഞ്ഞിലൂടെ നടന്ന് രജനിയുടെ കാലുകൾ ചുവക്കുന്നു. രജനിയുടെ ശ്രദ്ധ തിരിക്കുവാനായി ഭീൽ തന്റെ കഥ പറയുന്നു. ഭീൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ആ പ്രദേശത്ത് വലിയൊരു പ്രളയമുണ്ടായി. അവിടെ മുഴുവൻ വെള്ളപ്പൊക്കമുണ്ടായി. പ്രദേശത്തെ ദേവി കോപാകുലയായി. ദേവിയുടെ പ്രകോപനത്താലാണ് അവിടെ മുഴുവൻ വെള്ളപ്പൊക്കമുണ്ടായത്. ദേവിയെ പ്രസാദിപ്പിക്കുന്നതിനായി ഭൂതങ്ങളെ ബലി കൊടുക്കണം. ഭീലിന്റെ അമ്മാവൻ വലിയൊരു ഗോസ് ഹണ്ടറായിരുന്നു. അദ്ദേഹം വെള്ളത്തിലൂടെ ഭൂതങ്ങളെ പിടിക്കുവാനായി ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അത് അമാവാസി രാത്രിയായിരുന്നു. എല്ലാ ഭൂതങ്ങളും വലിയ ശക്തിശാലികളാകുന്ന ദിവസം. അവർ ചതിയിലൂടെ ഭീലിന്റെ അമ്മാവനെ തോൽപ്പിച്ചു. അദ്ദേഹം എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടുത്തി തിരിച്ചു വന്നു. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം എല്ലാ ശക്തിയും കുഞ്ഞു ഭീലിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു. ദേവിക്ക് ക്രോധമോ? അതിന് ഭൂതങ്ങളുടെ ബലി? രജനി ഇത് ചോദിച്ചതും ഭീൽ പറഞ്ഞു, ഇതാ നമ്മൾ എത്തിയെന്ന്. ഭീലിന്റെ സ്റ്റോറി കേട്ട് രജനി ഹിമാലയത്തിന്റെ ഉള്ളിൽ എത്തിയത് അറിഞ്ഞതേയില്ല. ഭീൽ ആദ്യം രജനിക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്തു. ഭീലിന്റെ മെഡിറ്റേഷൻ കണ്ടും കേട്ടും രജനിയുടെ മനസ്സ് ശാന്തമാകുന്നു. അവിടെ ഗോസ് യൂണിവേഴ്സിൽ വൾച്ചേഴ്സ് എല്ലാ ഭൂതങ്ങളെയും ഭീലിനെയും രജനിയെയും തടയുവാനായി പറഞ്ഞയക്കുന്നു. വൾച്ചേഴ്സ് ജയിക്കട്ടെ! വൾച്ചേഴ്സ് ജയിക്കട്ടെ! ധാരാളം ഭൂതങ്ങൾ വൾച്ചറിന്റെ ആജ്ഞയനുസരിച്ച് ഹിമാലയത്തിലേക്ക് പോകുന്നു. വൾച്ചറിന്റെ അടുത്ത് ഈ വിവരങ്ങൾ എത്തിച്ചത് ആരെന്ന ചോദ്യം ബാക്കിയാണ്. എല്ലാ ഭൂതങ്ങളും ഹിമാലയത്തിൽ എത്തിച്ചേരുന്നു. അതാ അവിടെ ഭീലും രജനിയുമുണ്ട്. അവരെ ആക്രമിക്കൂ. ഭൂതങ്ങളെല്ലാം ഭീലിനെയും രജനിയെയും ആക്രമിക്കുവാൻ പാഞ്ഞെടുക്കുന്നു. പെട്ടെന്നൊരു ഭൂതം ഭീലിനെ വാളുകൊണ്ട് ആക്രമിക്കുന്നു. ഭീലിന്റെ കയ്യിൽ ഒരു പോറലുണ്ടാകുന്നു. ഭീലിന് വല്ലാതെ ദേഷ്യം വരും. ഭീൽ വായുവിൽ ഉയർന്നു പൊങ്ങി ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ ഭൂതങ്ങളെയും പോസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഈ ഭൂതങ്ങളെ മുഴുവനും പിടിച്ച് ഞാൻ ദേവിക്ക് ബലി കൊടുക്കും. ഭീൽ ഭൂതങ്ങളെ തന്റെ കൈയിലേക്ക് ആവാഹിക്കുന്നു. പെട്ടെന്നൊരു ഭൂതം പുറകിലൂടെ വന്ന് രജനിയെ ആക്രമിക്കുന്നു. വേദന കൊണ്ട് രജനി പിടഞ്ഞു പോകുന്നു. അവൾക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കുവാനേ കഴിഞ്ഞില്ല. അവളുടെ കണ്ണിൽ നിന്ന് ലേസർ പ്രവഹിക്കുന്നു. രജനി ആ ഭൂതത്തിനെ കത്തിച്ച് ചാമ്പലാക്കുന്നു. തുടർന്ന് രജനിയുടെ ലേസർ ശക്തി ഹിമാലയത്തിലെ കൊടുമുടികളിൽ പതിക്കുന്നു. രജനി എല്ലാറ്റിനെയും ഡിസ്ട്രോയ് ചെയ്തു. പർവ്വതത്തിന്റെ കൊടുമുടികളിലെല്ലാം തീ പടരുന്നു. ഭീൽ വേഗം ഫോക്കസ് ചെയ്ത് രജനിയെ നിയന്ത്രിക്കുന്നു. ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ ഒരു ശ്മശാനത്തിൽ ഓപ്പൺ ആകുന്നു. ടക്കോള താന്ത്രികൻ അവിടെ ബ്ലാക്ക് മാജിക് ചെയ്യുകയായിരുന്നു. ഗോസ് യൂണിവേഴ്സിലെ ഭൂതങ്ങളെല്ലാം ശ്മശാനത്തിൽ നിന്ന് അസ്ഥികൂടങ്ങൾ എടുത്ത് അവരോടൊപ്പം കൊണ്ടുപോയി. എല്ലാ അസ്ഥികൂടങ്ങളും പുറത്തേക്ക് വരട്ടെ. എല്ലാവരും ഒരുമിച്ച് പോകാം. കല്ലറകളെല്ലാം തുറക്കപ്പെടുന്നു. കങ്കാൾ പുറത്തേക്ക് വരുന്നു.
ആ സമയം അവിടെ ടക്കോള താന്ത്രികൻ പ്രവേശിക്കുന്നു. നിൽക്കവിടെ, ആരാണ് നീ? താന്ത്രികൻ പറഞ്ഞു, ഞാൻ ഏഷ് ദ ഗോസ്റ്റ് ഹണ്ടറിന്റെ ശത്രുവാണെന്ന്. അയാളെ കൊല്ലുകയാണ് ലക്ഷ്യമെന്ന്. എന്നെ ഗോസ്റ്റ് യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് സ്വയം അവിടെ പോകാൻ കഴിയില്ല. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഭൂതത്തിന് വിശ്വാസം വരുത്തുവാനായി താന്ത്രികൻ ദുർമന്ത്രവാദം ചെയ്യുന്നു. മുന്നിലെ വെള്ളത്തിൽ യേശുമായി താൻ നടത്തിയ ഫൈറ്റ് കാട്ടിക്കൊടുക്കുന്നു. ഉടൻ തന്നെ ഭൂതം താന്ത്രികനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ യേശ് ലൈബ്രറിയിൽ പരതുകയായിരുന്നു. അവൻ എല്ലാ പുസ്തകങ്ങളും വലിച്ചു വാരി കൂട്ടുന്നു. പെട്ടെന്ന് യേശു ഒരു പുസ്തകം ശ്രദ്ധിക്കുന്നു. അതിന്റെ കവർ മുഴുവൻ പൊടി പറ്റിയിരിക്കുകയായിരുന്നു. പുസ്തകത്തിന്റെ പുറത്തൂതി യേശു അതിന്റെ പൊടി കളയുന്നു. ആ പുസ്തകത്തിന്റെ കവർ പേജിൽ എഴുതിയിരുന്നു ഗോസ്റ്റ് ഹണ്ടർ എന്ന്. അരെ, ഇതേതോ ഗോസ്റ്റ് ഹണ്ടറിന്റെ ബുക്കാണല്ലോ. യേശ് വേഗം പുസ്തകം തുറക്കുന്നു. ബുക്കിനുള്ളിൽ ഗോസ്റ്റ് ഹണ്ടറിന്റെയും ഗോസ്റ്റിന്റെയും ഇൻഫർമേഷൻ ധാരാളം ഉണ്ടായിരുന്നു. യേശ് ഓരോ പേജും ഫോക്കസ് കൊടുത്ത് വായിക്കുന്നു. കൊള്ളാം, ഈ ബുക്കിൽ ഓരോ ഗോസ്റ്റിനെയും പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ഈ ബുക്ക് എന്റെ അച്ഛന്റെ ആയിരിക്കുമോ? വീണ്ടും യേശ് ഓരോരോ പേജുകളായി മറിച്ച് വേഗം വായിക്കുന്നു. ലാസ്റ്റ് പേജിൽ യേശിന് തന്റെ അച്ഛന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നു. യേശിന്റെ അച്ഛന്റെ പേര് വിക്രം എന്നായിരുന്നു. അവന്റെ അച്ഛൻ വലിയൊരു ഗോസ്റ്റ് ഹണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പവർ 5 സ്റ്റോണുകളിൽ അടങ്ങിയിരുന്നു. അദ്ദേഹമാണ് വൾച്ചറിനെ ഗോസ്റ്റ് യൂണിവേഴ്സിൽ നിന്ന് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോയത്. ഈ വൾച്ചർ ലോകം മുഴുവൻ ഭരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. യേശിന്റെ അച്ഛൻ അതൊരിക്കലും സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഈ 5 സ്റ്റോൺസ് വൾച്ചറിന്റെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായും വൾച്ചർ ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് യേശിന്റെ അച്ഛന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം 5 സ്റ്റോണിനെയും തന്റെ ഉള്ളിൽ നിന്നെടുത്ത് 5 ഇടങ്ങളിലായി സൂക്ഷിച്ചു വെച്ചു. ഈ 5 സ്റ്റോൺസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ യേശിന്റെ അച്ഛൻ അവന്റെ അമ്മയോട് പറയുമ്പോൾ യേശ് കുഞ്ഞായിരുന്നു. മാത്രവുമല്ല, അവൻ ഇതെല്ലാം കേട്ടിരുന്നു. 5 സ്റ്റോൺസിന്റെ ഇൻഫർമേഷൻ യേശിന്റെ മെമ്മറിയിൽ കയറിയിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ യേശിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അവനിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും യേശിനില്ലാതിരുന്നത്. സ്റ്റോൺസിന്റെ പവർ പോയപ്പോൾ യേശിന്റെ അച്ഛൻ ദുർബലനായി തീർന്നു. അപ്പോഴാണ് ജൽജസ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. യേശ് കുറച്ചു സമയത്തേക്ക് ഒന്നും ചെയ്യാനാവാതെ മൗനമായിരുന്നു. എന്നിട്ട് യേശ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ഗോസ്റ്റ് യൂണിവേഴ്സിൽ പോയി ജൽജേഴ്സിനെ കൊല്ലും. ഞാൻ അവനെ വെറുതെ വിടില്ല. പ്രതികാര ചിന്തയാൽ യേശു ഒരു ഭ്രാന്തനെ പോലെ ആകുന്നു. യേശു ഉടൻ തന്നെ തന്റെ പോക്കറ്റിലേക്ക് ധാരാളം തീയുണ്ടകൾ എടുത്തിരുന്നു. എന്നിട്ട് തന്റെ ഗണ്ണുമായി റെഡിയാവുന്നു. യേശുവിന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറയുന്നു. ഞാൻ അവനെ വെറുതെ വിടില്ല അച്ഛാ. എന്നിട്ട് യേശ് ഉറക്കെ കരയുന്നു. യേശിന് ഗോസ്റ്റ് യൂണിവേഴ്സിൽ പോകുവാൻ കിട്ടുവിന്റെ സഹായം വേണം. കിട്ടുവിനെ കൂടാതെ യേശ് അതിനുള്ളിൽ എങ്ങനെ കയറും? യേശ് വേഗം കണ്ണുനീർ തുടച്ച് ബെഡ്റൂമിലേക്ക് പോകുന്നു. കിട്ടുവിന്റെ സ്റ്റോൺസ് എടുത്ത് പരസ്പരം ഉരയ്ക്കുവാൻ തുടങ്ങി. 1, 2, 3, 4 പലതവണ യേശ് കാലുകൾ ഉരച്ചു. പക്ഷേ കിട്ടു വരുന്നില്ല. ഈ കിട്ടു വരുന്നില്ലല്ലോ. യേശ് രണ്ടാമത് വീണ്ടും ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണ കിട്ടുവിന്റെ സഹോദരൻ മിട്ടുവാണ് വന്നത്. ഇതാരും മിട്ടുവോ? കിട്ടു എവിടെ പോയി? അപ്പോൾ മിട്ടു യേശിനോട് പറഞ്ഞു, ഏതോ ഒരു ഗോസ്റ്റ് ഹണ്ടർ കിട്ടുവിനെ പിടിച്ചുകൊണ്ടുപോയെന്ന്. വേറൊരു ഗോസ്റ്റ് ഹണ്ടറോ? യേശ് ചിന്താക്കുഴപ്പത്തിലായി. ഏത് ഗോസ്റ്റ് ഹണ്ടർ ആയിരിക്കും കിട്ടുവിനെ പിടിച്ചത് എന്നോർത്ത്. ഇനിയിപ്പോ രജനി ആയിരിക്കുമോ? രജനി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? മാത്രവുമല്ല, അവൾക്ക് കിട്ടുവിനെ പരിചയവുമുണ്ട്. യേശിന് വലിയ ടെൻഷൻ ഉണ്ടാകും. അവന്റെ നല്ലൊരു കൂട്ടുകാരനായ കിട്ടു കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. യേശ് വേഗം തന്നെ മിട്ടുവിനോടൊപ്പം കിട്ടുവിനെ കണ്ടുപിടിക്കുവാനായി ഇറങ്ങുന്നു. അവിടെ ഗോസ്റ്റ് യൂണിവേഴ്സിന്റെ മറ്റൊരു വാതിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് തുറക്കുന്നു. ഭൂതങ്ങളെ കണ്ട് പോലീസുകാരെല്ലാം ഭയചകിതരാകുന്നു. ഭൂതങ്ങളുടെ രക്ഷക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവർ പുറത്തു കടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവിടം ഹൈ സെക്യൂരിറ്റി ക്യാമ്പിനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് കടക്കുവാനേ സാധിച്ചില്ല. ഭൂതങ്ങൾ പോലീസ് സ്റ്റേഷനിലെ സകലതും നശിപ്പിച്ചു. ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്. ദുർമന്ത്രങ്ങൾ പറഞ്ഞ് ഭൂതങ്ങൾ ജയിൽ തുറക്കുന്നു. ഭൂതങ്ങളുടെ രക്ഷക അങ്ങനെ ജയിലിൽ നിന്ന് മോചിതയാകുന്നു. ഇനി എന്താവും സംഭവിക്കുക? ഭൂതങ്ങളുടെ രക്ഷകയ്ക്ക് ഭൂതങ്ങളുടെ ഒപ്പം ചേരുവാൻ സാധിക്കുമോ? യേശുവിന് തന്റെ അച്ഛന്റെ മരണത്തിന് പകരം ചോദിക്കുവാൻ കഴിയുമോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.